അല്പസമയം മുന്നേ ജിൻഡോയും ജാസ്മിനും തമ്മിൽ വലിയ വാക്കുതർക്കമാണ് ലൈവിൽ നടന്നത്. കഴിഞ്ഞു പോയ കാര്യങ്ങളെല്ലാം വീണ്ടും എടുത്തുപൊക്കി അങ്ങോട്ടും ഇങ്ങോട്ടും പറയുകയും ഒടുവിൽ ബിഗ് ബോസ് വരെ ഇടപെടേണ്ടി വന്നു. ജാസ്മിനും ഗബ്രിയും ഡ്രസ്സിംഗ് റൂമിലെല്ലാം പോയിരുന്ന് പല കളികളും കളിച്ചെന്നെല്ലാം പറയുകയും ജാസ്മിൻ അവിടെ ജിൻഡോയുടെ അടുത്തായിട്ട് പൊട്ടിത്തെറിക്കുന്നുണ്ട്. എന്നാൽ ജാസ്മിൻ പറയുന്നുണ്ട്, അന്ന് ഞാൻ ഡ്രസ്സിംഗ് റൂമിൽ പോയപ്പോൾ ഗബ്രി കർട്ടന്റെ അടുത്ത് തന്നെ എല്ലാവരും കാണുന്ന രീതിയിലാണ് ഇരുന്നത്. അതുപോലെ തന്നെ ഞാൻ മൈക്കും ധരിച്ചിട്ടുണ്ടായിരുന്നു. അല്ലാതെ വേണ്ടാതീനം പറഞ്ഞാൽ അടിച്ചു പൊട്ടിക്കുമെന്നെല്ലാം ജാസ്മിൻ ഇങ്ങനെ ജിൻഡോയുടെ അടുത്തായിട്ട് പൊട്ടിത്തെറിച്ച് പറയുമ്പോൾ ജിൻഡോയും അടി വിട്ടുകൊടുക്കുന്നില്ല ജിൻഡോയും എന്നെല്ലാം പറയുന്നുണ്ട്. അങ്ങനെ അടിയെല്ലാം ബിഗ് ബോസ് ഒതുക്കി തീർക്കുകയും കട്ടക്കലിപ്പിൽ ബെഡ്റൂമിൽ ഇരിക്കുന്ന ജാസ്മിനെ കാണാം. ഗബ്രി എല്ലാം പറയുന്നുണ്ട്, നീ അത് വിട്, അയാളുടെ സ്വഭാവം ഇവിടെയുള്ള എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞു, അയാളോട് പോവാൻ പറ, അടുത്ത ആഴ്ചയിലെ നോമിനേഷനിൽ അയാൾ വന്നാൽ അയാൾ എന്തായാലും പോയിക്കോളുമെന്നെല്ലാം പറഞ്ഞുകൊണ്ട് ജാസ്മിനെ ഗബ്രി ഇങ്ങനെ ആശ്വസിപ്പിക്കുകയാണ്. പിന്നീട് അർജുനെല്ലാം ജാസ്മിനെ ഇങ്ങനെ ഭക്ഷണം കഴിക്കാനായിട്ട് വിളിക്കുന്നുണ്ട്. ആദ്യമൊക്കെ എനിക്ക് വേണ്ടെന്ന് ഇങ്ങനെ പറഞ്ഞെങ്കിലും പിന്നീട് ഗബ്രി ജാസ്മിനെ സമാധാനിപ്പിച്ചുകൊണ്ട് ഭക്ഷണമെല്ലാം വാരി കൊടുക്കുന്നതാണ് ലൈവിൽ കാണിക്കുന്നത്. പുട്ടും കറിയും എല്ലാം മിക്സ് ആക്കി കൊടുക്കുമ്പോൾ എനിക്ക് വേണ്ട, നിന്റെ കൈമേൽ മൊത്തം കറിയാണ്, കറി എനിക്ക് ഇഷ്ടമല്ല, അതുകൊണ്ട് നീ കഴിച്ചോ, ഞാൻ തനിയെ കഴിച്ചോളാം എന്നെല്ലാം ഇങ്ങനെ പറയുമ്പോൾ ഗബ്രി അവിടെ നിർബന്ധിച്ചുകൊണ്ട് കഴിപ്പിക്കുന്നുണ്ട്. എന്തായാലും ഈ ഒരു അടിയോടും കൂടി ഭൂരിഭാഗം ആളുകളും ജിൻഡോയ്ക്കെതിരെ തിരിഞ്ഞു. ജാസ്മിൻ എല്ലാം പറയുന്നുണ്ട്, അടുത്ത ആഴ്ച അയാളെ എങ്ങനെയെങ്കിലും നോമിനേഷനിൽ കൊണ്ടുവരണം, അയാൾ നോമിനേഷനിൽ വന്നു കഴിഞ്ഞാൽ അയാളെ എന്തായാലും പ്രേക്ഷകർ പോക്കിക്കോളുമെന്നെല്ലാം പറയുന്ന ജാസ്മിനെയും ഗബ്രിയുമാണ് ലൈവിൽ കാണിക്കുന്നത്. ഹോട്ട്സ്റ്റാർ ലൈവ് അപ്ഡേഷൻ ചാനലിൽ ഉണ്ടാകും. ആദ്യമായി കാണുന്ന പ്രേക്ഷകർ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട.